ഹലോ ഗൈസ്, ഈ ഫാമിലി ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരുന്ന ഫാമിലി ടാസ്ക് എന്നൊക്കെയാണ് പൊതുവേ പറഞ്ഞു കേൾക്കൽ. റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ ബിഗ് ബോസിൻ്റെ കമൻട്രി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ പോസ്റ്റ് ഇടലും വീഡിയോ ചെയ്യലൊക്കെ എല്ലാവരും കാത്തിരുന്ന ഫാമിലി വരാറായി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫാമിലി വീക്കായി. എന്ത് ഫാമിലി വീക്ക്? സത്യം പറയില്ല ഗൈസ്, എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സംഭവം ശരിയാണ്. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും കാണാനും അവരെ കേൾക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ടൈമായിരിക്കും. പക്ഷേ ഇത് ആ കണ്ടസ്റ്റൻസിനെ വോട്ടിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് എൻ്റെ കൺസേൺ. ഒന്ന്, അതായത് ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇപ്പോൾ അനീഷ ആയിക്കോട്ടെ, അനുമോളായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരുടെ പാരൻസ് വരിക, അവരെ അച്ഛനോ അമ്മയോ അനിയനോ ചേച്ചിയോ പെങ്ങളോ വൈഫോ ആരെങ്കിലുമൊക്കെ വന്ന് വിചാരിക്കുക. അതിപ്പോൾ ഏതൊരു അനീഷ് നല്ല ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ, അപ്പോൾ അവർ തമ്മിലുള്ള ഇടപഴകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് അയാളോട് ഒരു പ്രത്യേക സ്നേഹം കൂടാനോ അല്ലെങ്കിൽ പ്രത്യേക സ്നേഹം കുറയാനോ ചിലപ്പോൾ സാധ്യത ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ആദില നൂറയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നു വിചാരിക്കാം. അപ്പോൾ അവർ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ അവർ അതിവൈകാരികമായിട്ട് ഇടപഴകുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അവർ ചിലപ്പോൾ നീ അന്ന് അതങ്ങനെ ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞില്ല പരിഭവം പറയുമോ, അല്ലെങ്കിൽ ആദില നൂറ അവർ ഇത്രയും കാലത്തിന് ശേഷം അച്ഛനും അമ്മയും കാണുമ്പോൾ ഉപ്പാനും ഉമ്മാനെയും കാണുമ്പോൾ അവരെന്തെങ്ങനെ പെരുമാറുന്നു പറഞ്ഞിട്ട് ഒരുപക്ഷെ അവരെ ആളുകൾ വിമർശിക്കാനൊക്കെ സാധ്യതയില്ലേ? അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ വോട്ടിനെ കൂട്ടാനോ വോട്ടിനെ കുറയ്ക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന കേസ് എനിക്ക് തോന്നുന്നത്. അതെന്താ വെച്ചാൽ അപ്പോൾ ആ വീക്കിൽ തന്നെ ആവണം എന്നൊന്നുമില്ല, അത് പിന്നീടുള്ള അവരുടെ യാത്രയിൽ ഈ ഒരു സാധനം മൈൻഡിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ഞാൻ ചെറിയ കാര്യം പറയും, ഇപ്പോൾ പല ആളുകളുടെയും ഫാമിലിയിൽ ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ വൈഫും കുട്ടികളാണ് വന്നത്. അപ്പോൾ അഖിൽ മാരാർ നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ഗെയിമറാണ്, അടിപൊളിയാണ്, ഒക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ അഖിൽ മാരാറിൻ്റെ ഫാമിലി അവിടെ വരുന്ന സമയത്ത് ആ ഒരു സീൻ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? അത് ഒരുപാട് റീച്ചായിട്ടുള്ള ഒരു വീഡിയോ ആണത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അഖിൽ മാരാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പോൾ ചില ആളുകളുടെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിവൈകാരികമായിട്ട് നമ്മളെ സ്വാധീനിക്കാനോ നമുക്ക് എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടാക്കി തരാനോ സാധിക്കാത്ത ആളുകളായിരിക്കും. അത് അവരുടെ ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ ചില ആൾ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഓരോ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ വരുന്ന ആളുകളല്ലേ. അപ്പോൾ നമ്മൾ സംഭവം എന്താ വെച്ചാൽ പലപ്പോഴും ഈ പൊതുവേ മലയാളികൾക്കുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് ഈ അതിഭാവുകത്വം, അതിവൈകാരികത, കരച്ചിൽ അല്ലെങ്കിൽ ചില അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ താല്പര്യമാണ് തോന്നുന്നത് കേസ്. ഇപ്പോൾ ഓവർ കുലീനത സംഗതികളൊക്കെ അല്ലേ. ഇപ്പോൾ ചില സിനിമകൾ ഹിറ്റാവുന്നു ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും അവർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മറ്റേ ഓളുടെ കെട്ടിയോ വന്നിട്ട് അവർ ഡിവോഴ്സ്ഡായി. അത് അവരുടെ പേഴ്സണൽ കാര്യമാണെന്ന് വലിയ കാര്യമില്ല, എന്നാലും ഓർമ്മയുണ്ട്. മറ്റേ വട്ടമുകളിൽ ഒരുത്തിയില്ലേ, അവളുടെ കെട്ടിയോ വന്നിട്ട് അവളിങ്ങനെ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇക്കൊല്ലം അവർ ഡിവോഴ്സാണ്. അല്ല, അവരുടെ ലൈഫിൽ അങ്ങനെ വേറെ പലത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ആയിരിക്കും. പക്ഷേ ആളുകൾ എന്ത് സ്നേഹമാണ് അവർ തമ്മിൽ, കണ്ടില്ലേ എന്നൊരു സംഗതിയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കാണുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അവൾക്ക് 2 വോട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു 1000 വോട്ട് എക്സ്ട്രാ കിട്ടാനോ അല്ലെങ്കിൽ ഒരു 1000 വോട്ട് കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയുള്ള അവരുടെ ഒരു ഇടപെടലൊക്കെ കണ്ടിട്ടേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്ലെയറിനല്ലേ, ഗെയിമറിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ ഫാമിലി എന്തായാലും ഇല്ലെങ്കിൽ ഇവിടെ എന്ത് തേങ്ങയുള്ളൂ. അവിടെ ബിഗ് ബോസിൽ പോകുമ്പോൾ 100 ദിവസം ഫാമിലിയെയും കാണാണ്ട് കളിക്കാൻ പറ്റുന്ന ആളുകൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ പോയാൽ എന്താ പ്രശ്നം? അല്ല, ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ അമ്മാവനെന്നല്ല ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ എടുക്കട്ടെ. പക്ഷേ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേസേ. അവിടെ പോണവർ 100 ദിവസം ഫാമിലീനെ കാണാൻ പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെ പോവുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ അച്ഛനും അമ്മേനെയും കാണാൻ അല്ലെങ്കിൽ കുട്ടികളെ കാണാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലൊക്കെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളെ വെച്ചിട്ട് അവിടെ പോലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ രേണുസുധീരെ കാര്യം പറയട്ടെ, മകനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കുട്ടികളുള്ള ആളുകളില്ലേ അവരവിടെ ഇപ്പോൾ ചിലവർക്ക് 50 ദിവസം 60 ദിവസം കഴിയുമ്പോൾ അവർ സഹി കിടന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാരൻസിനെ കാണാമെന്നാണോ വിചാരിക്കണേ, അല്ലെങ്കിൽ കുട്ടികളെ കാണാമെന്നാണോ വിചാരിക്കണേ? അപ്പോൾ എത്ര ദിവസമൊന്നുമല്ല, ചിലപ്പോൾ രേണുസുധിക്ക് അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ശരിയാവുണ്ടാവില്ല കുട്ടികളെ കാണാണ്ടിരിക്കുക. മനസ്സിലാവുണ്ട്? അതായത് ഒരു ബന്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പല കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 6 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം അങ്ങനെയല്ല. ആ ആഴം എന്ന് പറഞ്ഞ ദിവസങ്ങളുടെ അനുസൃതമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിഗ് ബോസിൽ പോകുമ്പോൾ വീട്ടുകാരെന്തിനും കാണിക്കണത്? ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് അവിടെ നിൽക്കട്ടെ, അങ്ങനെയുള്ള ഒരാൾ കപ്പടിക്കട്ടെ, അത് ശരി.
അതാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നണത് ഫാമിലി വീക്ക് വീട്ടുകാർ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല ആ ഒരു സമയത്തൊക്കെ അത് കാണാനും കാണിക്കാനും. അയ്യോ എൻ്റെ മമ്മി വരും. ചിലവരൊക്കെ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് കോപ്രായം കാണിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ എന്തായാലും അവർ ലൈഫ് തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ളൊരു സംഗതിയായിരിക്കും അവരുടെ ഫാമിലിയിലെ ആൾക്കാരൊക്കെ അവിടെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഉപ്പയമ്മയൊക്കെ വരികയാണെങ്കിൽ നല്ലത്, അവരുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറ്റിമറിക്കാൻ ആ ഒരു എപ്പിസോഡിന് സാധിക്കുകയാണെങ്കിൽ, ആ ഒരു ഇൻസിഡൻറ്റിന് സാധിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ഒരു കാര്യം വെച്ചൊക്കെ അവരും അന്തം മുട്ടൊരു അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും TRP കൂട്ടാനുള്ള വഴിയായിരിക്കും ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണതിൽ. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കും, മോശമായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ഇതാണ്, ഒറ്റയ്ക്ക് കളിക്കട്ടെ 100 ദിവസം, നല്ല ആളുകൾ പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വിന്നറാവട്ടെ, എന്ത് രസമായിരിക്കും അതിൽ, അടിപൊളിയായിരിക്കും തോന്നുന്നു ഗൈസ്. എന്തായാലും അടിപൊളി. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തായാലും അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്, ഫാമിലി അവിടെ കയറിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.